ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു എയർത്രയാണ് സർവീസിനാണ് കാണിക്കുന്നത്. കസ്റ്റമറിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ സിസ്റ്റം എറർ ആയിട്ടാണ് കാണിക്കുന്നത്. വിഷൻ സിസ്റ്റം എറർ നോർമലി വരുന്നത് ഒന്നെങ്കിൽ ഒരു ക്രാഷോ അല്ലെങ്കിൽ ഹാർഡ്വെയർ മാൽ ഫംഗ്ഷനോ ഉണ്ടാകുമ്പോഴത്തേക്കാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോണിൻ്റെ ഫ്രണ്ട് റൈറ്റ് സെൻസർ ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷൻ സെൻസർ ഫുൾ സെറ്റും പ്ലസ് മെയിൻ ബോർഡ് കോംബോ ആയിട്ടാണ് വരുന്നത്. അത് ടോട്ടലി റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അത് അത്യാവശ്യം നല്ല കോസ്റ്റ് ആകുമായിരുന്നു. ഇപ്പം നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ സെൻസറായിട്ട്, അതായത് ഡാമേജ് ആയ ഏത് സെൻസറാണോ ആ സെൻസർ മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂൾസും അതിൻ്റെ സോഫ്റ്റ്വെയർസും എല്ലാം ഇപ്പോൾ എയർപിക്സിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഡാമേജ് ആയ സെൻസർ റീപ്ലേസ് ചെയ്യുന്നത്, അതായത് ഫ്രണ്ട് റൈറ്റ് സെൻസർ ആയിരുന്നു ഇഷ്യൂ കാണിച്ചുകൊണ്ടിരുന്നത്, അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെൻസേഴ്സ് എല്ലാം റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡ്രോൺ റീപ്രോഗ്രാം ചെയ്യണം. റീപ്രോഗ്രാം ചെയ്താലേ സെൻസേഴ്സ് റീഡ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടോഴ്സ് എല്ലാം നോർമലായിട്ട് തന്നെ ഓൺ ആകുന്നുണ്ട്. വിഷൻ സിസ്റ്റം എറർ കാണിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോഴ്സ് അൺഎബിൾ ടേക്ക് ഓഫ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ മോട്ടോഴ്സ് ഓൺ ആവില്ല. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം നോർമലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ഫ്ലൈറ്റ് അടിച്ച് നോക്കാം. അടിക്കാൻ വന്നേക്കാണ്. നോർമലായിട്ട് തന്നെ സെൻസേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് റൈറ്റ് സെൻസറാണ് റിപ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം ഫ്രണ്ടിലോട്ടുള്ള ഇമേജ് എല്ലാം പ്രോപ്പറായിട്ട് സ്വിച്ച് ആകുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യണമെങ്കിൽ എയർപിക്സോട് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.